നടക്കുന്നത്. കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് നാരായണൻ കാവുമ്പായി. 25ഓളം ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. ചരിത്രം, ജീവചരിത്രം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ശ്രീ കാവുമ്പായി നാരായണൻ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ് സിപ്പി പള്ളിപ്പുറം. അരനൂറ്റാണ്ടായി ബാലസാഹിത്യ രംഗത്ത് സജീവം. കവിത, കഥ, നോവൽ എന്നീ മേഖലകളിലായി നിരവധി ഗ്രന്ഥങ്ങൾ സിപ്പി പള്ളിപ്പുറം രചിച്ചിട്ടുണ്ട്. കഥാകാരി, വിവർത്തക എന്നീ നിലകളിൽ പ്രശസ്തയാണ് പ്രിയ AS. ജാഗരൂക എന്ന ചെറുകഥാ സമാഹാരത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ പ്രിയയുടേതാണ്. ഡോക്ടർ K. ശ്രീകുമാർ 100ഓളം പുസ്തകങ്ങൾ ബാലസാഹിത്യത്തിലും നാടക ഗവേഷണ രംഗത്തുമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര, കേരള സാഹിത്യ അക്കാദമിയുടേതടക്കം 70ഓളം പുരസ്കാരങ്ങൾ നേടി. ഇപ്പോൾ തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്ററാണ്. കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പ്രഭാകരൻ പഴശ്ശി. ബാലസാഹിത്യത്തെപ്പറ്റി ആഴമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി, സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ, സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പ് എഡിറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബാലസാഹിത്യ പുസ്തകങ്ങളുടെയും മാസികകളുടെയും എഡിറ്റർ, ഡിസൈനർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് നവനീത് കൃഷ്ണൻ S. ശാസ്ത്ര സാഹിത്യകാരനും തളിര് മാഗസിൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ് അദ്ദേഹം. ശ്രീ നാരായണൻ കാവുമ്പായിയെ അധ്യക്ഷ പ്രഭാഷണത്തിനായി സവിനയം ക്ഷണിക്കുന്നു. പ്രിയരെ, ഏറ്റവും പ്രസക്തമായ ഭാവിയിലേക്കുള്ള നീട്ടുവെപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, കുട്ടികളെ സംബന്ധിക്കുന്ന, അവരുടെ സർഗാത്മകമായ അനുഭവങ്ങളെ സംബന്ധിക്കുന്ന ഒരു സംവാദമാണ് ഇവിടെ നടക്കേണ്ടത്. ഇതിൽ ഇക്കാലത്തെ ബാലസാഹിത്യത്തിലെ തലയെടുപ്പുള്ള എഴുത്തുകാരാണ് ഞാനൊഴികെ ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. അവരിൽ നിന്ന് ധാരാളം നമുക്ക് കേൾക്കാനുണ്ട്. നിങ്ങളിൽ പലർക്കും സംസാരിക്കാനുമുണ്ടാവും, ചോദിക്കാനും പറയാനുമുണ്ട്. ഈ വേദിയിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സദസ്സിലാണെങ്കിൽ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ എഴുത്തുകാരുണ്ട്. സിയാർ ദാസിനെ പോലെ, ചന്ദ്രു താഹയെ പോലെ, ജോസ് ഗോതുരത്തിനെ പോലെ, ജോസ് പ്രസാദിനെ പോലെ ധാരാളം എഴുത്തുകാർ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നവരിൽ എല്ലാവരും ബാലസാഹിത്യവുമായി നല്ല ബന്ധമുള്ളവരാണ് എന്നാണ് വിചാരിക്കുന്നത്. ബാലസാഹിത്യം വാസ്തവത്തിൽ വളരെ ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടുന്ന ഒരു സാഹിത്യ പ്രയത്നമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സാധാരണയിൽ മറ്റ് സാഹിത്യത്തിന് ക്രാഫ്റ്റ് ഉണ്ടായി, ഒരു പ്രമേയം ഉണ്ടായിക്കഴിഞ്ഞാൽ, എഴുതാനുള്ള ക്രാഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതിനപ്പുറത്ത് മൂന്നാമതൊരു ഘടകം കൂടി ബാലസാഹിത്യത്തിൽ വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാം. കുട്ടികളോട് കഥ പറയുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികളെ കുട്ടിത്തത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടിത്തത്തിന് അപ്പുറത്തേക്ക് നയിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം തീർച്ചയായും ബാലസാഹിത്യകാരന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. വാസ്തവത്തിൽ ബാലസാഹിത്യം ഒരു സേതുബന്ധനമാണ് എന്ന് പറയാറുണ്ട്. കുട്ടികളെ കുട്ടികളായി നിലനിർത്തുകയും അതോടൊപ്പം കുട്ടിത്തത്തിനപ്പുറത്തേക്ക് അവരുടെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ബാലസാഹിത്യത്തിന് നിർവഹിക്കാനുണ്ട്. CS ലൂയിസിനെ പോലുള്ളവർ പറഞ്ഞത്, കുട്ടികൾക്ക് മാത്രം വായിച്ച് രസിക്കാവുന്ന ഒരു സാഹിത്യം നല്ല ബാലസാഹിത്യം ആവില്ല എന്നാണ്. കുട്ടികൾക്ക് അപ്പുറത്തുള്ളവർക്കും മുതിർന്നവർക്കും വായിക്കാൻ പറ്റുന്ന സാഹിത്യമാണ് നല്ല ബാലസാഹിത്യം എന്നാണ് പൊതുവെ പരിഗണിച്ചു പോരാറുള്ളത്. നമ്മൾ വായിക്കുന്ന ഏറ്റവും മികച്ച ബാലസാഹിത്യങ്ങളെല്ലാം അങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ബാലസാഹിത്യം എഴുതിയിട്ടുള്ളത്. അത്തരം തലമുറകൾ കൈമാറി വായിച്ചിട്ടുള്ള, ആഹ്ലാദിച്ചിട്ടുള്ള, സർഗാത്മകതയുടെ വലിയ ഒരു ആകാശം ദൃശ്യമാകുന്ന സാഹിത്യങ്ങളൊക്കെ ലോകത്തിലെ വലിയ എഴുത്തുകാർ എഴുതിയത് നമ്മുടെ മുന്നിലുണ്ട്. ബാലസാഹിത്യം എന്നുള്ളത് കുട്ടികളിയല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് 2-3 വാക്യങ്ങൾ ഞാൻ ആമുഖമായി പറഞ്ഞത്. ഇവിടെ ഈ സംവാദത്തിന്റെ സമയക്രമീകരണം വളരെ പ്രധാനമാണ്. ഇപ്പൊ കഴിഞ്ഞ സെഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 5 മണി എന്ന് പറയുമ്പോഴേക്കും അവസാനിച്ചിട്ടുണ്ട്. ഇത് സംവാദം കൂടിയാണ് എന്നതുകൊണ്ട് ഈ വേദിയിലുള്ള മുതിർന്ന എഴുത്തുകാർക്ക്, ഇക്കാലത്തെ ബാലസാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ഇവിടെ ഇരിക്കുന്നത്, അവർക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് 5 മിനിറ്റ് ആമുഖമായി സംസാരിക്കാനും
അവരുടെ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാനുണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് തന്നെ ഇന്നയാളോടാണ് എന്ന് പറഞ്ഞ് ചോദിക്കാവുന്നതാണ്. അതിനുള്ള സന്ദർഭം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് നേരിട്ട് ഈ സംസാരത്തിലേക്ക് സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സിപ്പി സാറാണ് ആദ്യമായി സംസാരിക്കുന്നത്. ആർക്കൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല, നേരത്തെ അത് വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. സിപ്പി സാറിനെ ആദരവോടെ സംസാരിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. ഈ വേദിയിലുള്ള ബാലസാഹിത്യ സാരഥിമാരെ, സദസ്സിലുള്ള ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ, ആസ്വാദകരെ, ഇന്ന് മലയാള ബാലസാഹിത്യത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ ആർക്കും പറയാം അത് ബാലസാഹിത്യമാണ്. കാരണം എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ 5 വർഷമായി ഈ ബാലസാഹിത്യത്തെ പ്രൊമോട്ട് ചെയ്യാനും ബാലസാഹിത്യഗതിയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാനുള്ള വലിയൊരു തിരക്ക് തന്നെയാണ് പ്രസാധകരുടെ ഇടയിൽ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ കെ ശ്രീകുമാർ പൂർണ്ണ പബ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. 22 കൃതികളാണ് ഈ വർഷം 22 കൃതികളാണ് അദ്ദേഹത്തിന്റെ സമ്മാന പൊതിയിലൂടെ വരാൻ പോകുന്നത്. ഇങ്ങനെ വർഷം തോറും എല്ലാ പ്രസാധകരും, ഇപ്പൊ DC ബുക്സ് ആയാലും മാതൃഭൂമി ബുക്സ് ആയാലും എല്ലാം ഇങ്ങനെ ക്യൂ നിന്നാണ് എഴുത്തുകാരോട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാലസാഹിത്യം വളരെ ശക്തമായ രീതിയിൽ ആളുകളുടെ ഇടയിൽ പ്രചരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. പക്ഷെ അപ്പോഴൊക്കെ ചില കൊച്ചു പരാതികളും ഇടയ്ക്ക് ഉണ്ട്. പി നരേന്ദ്രനാഥ് എഴുതിയിരുന്നത് പോലെ, മാലി എഴുതിയിരുന്നത് പോലെ, KV രാമനാഥൻ മാസ്റ്റർ എഴുതിയിരുന്നത് പോലെ, കാരൂർ എഴുതിയിരുന്നത് പോലെയുള്ള ഒരു സാഹിത്യകൃതി ഇപ്പൊ കിട്ടുന്നില്ലല്ലോ കുട്ടികൾക്ക് എന്ന് പരാതിപ്പെടുന്ന ആളുകളുണ്ട്. അതിന്റെ കൂടുതൽ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ കവിത, മലയാള ബാല കവിതകളുടെ ഇടയിലേക്ക് നോക്കിയാൽ ഉന്നതന്മാരായ ആളുകളാണ് അതിലൂടെ കടന്നു പോകുന്നത്. പന്തളം കേരളവർമ്മ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കുമാരനാശാനും ഉള്ളൂരും ജി ശങ്കരക്കുറുപ്പും എല്ലാം നിരവധി ഒന്നാം തരം കവിതകൾ, കാലത്തെ അതിജീവിക്കുന്ന കവിതകൾ. അതുപോലെ നമ്മുടെ തൃശ്ശൂർക്കാരനായിരുന്ന ഗോപാലകൃഷ്ണൻ കോലഴി, ഇന്ന് ഓർക്കുന്നുണ്ടാവും, കൂകൂ കൂകും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. ഇന്ന് കൽക്കരി തിന്നുന്ന തീവണ്ടി ഒന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും ആ പാട്ട് ഇന്ന് കുഞ്ഞുങ്ങൾ ഏറ്റുപാടുന്നത് പല വേദികളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ 100 വർഷത്തിന് മുമ്പാണ് നമ്മുടെ കുമാരനാശാൻ അതിമനോഹരമായ ഒരു കൃതി കുട്ടികൾക്ക് സമ്മാനിച്ചത്. ആദ്യത്തെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായ ആദ്യത്തെ ബാലകവിതാ സമാഹാരമാണ് കുമാരനാശാന്റെ പുഷ്പവാടി. എന്തൊരു സുന്ദരമായ കവിതകളായിരുന്നു അതെല്ലാം. പൂക്കാലമൊക്കെ അദ്ദേഹം വർണ്ണിക്കുന്നത് കേട്ടാൽ പൂക്കാലം വന്നതിനേക്കാൾ, പൂക്കാലം കാണുന്നതിനേക്കാൾ, അല്ലെങ്കിൽ പൂക്കാലം ഒരു ചിത്രകാരൻ വരക്കുന്നതിനേക്കാൾ കേമമായിട്ടാണ് ആശാൻ വാക്കുകൾ കൊണ്ട് വാങ്മയ ചിത്രം വരച്ചിട്ടുള്ളത്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. മനോഹരമാണ്. അതുപോലെ ജയശങ്കരക്കുറുപ്പിന്റെ കവിതകളൊക്കെ അറിയാം. ഓലപ്പീപ്പികളും ചുണ്ടുകൾ, അതിലൊക്കെ കടന്നു പോകുമ്പോ മൃഗങ്ങളുടെ ആ കളിയാട്ടമൊക്കെ മനസ്സിൽ ഇങ്ങനെ മയിലിന്റെ ആ പീലി വരുത്തുന്ന പോലെ തെളിഞ്ഞു വരും. അത്ര മനോഹരമായിട്ടാണ് 8 വരി കൊണ്ട് ആനയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ്? കാട്ടുകുലിക്ക് നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, മുമ്പേ ചെന്നാൽ ചെമ്പുലിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ, കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞെഴുന്നള്ളുകയല്ലല്ലി, ഈന്തൽ തളിരും പച്ചത്തണലും കാട്ടിൽ സുഖമല്ലല്ലി. 8 വരി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ 8 വരിയിൽ ആനയുടെ സകല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു ജീവചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു ആനയുടെ പറ്റി പഠിച്ചെഴുതുന്ന ആൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ 8 വരിയിൽ അദ്ദേഹം ഒതുക്കിയിട്ടുണ്ട്. ആനയുടെ വലിപ്പം, ആനയുടെ ഗാംഭീര്യം, ആനയുടെ നിറം, ആനയുടെ ആഹാരം, ആനയുടെ കുളി, പള്ളി നീരാട്ട്, രാജാവ് കുളിക്കുന്നത് പോലെ അത്രയും പ്രശാന്ത സുന്ദരമായ രീതിയിലാണ് ആന കുളിക്കുന്നതെന്നൊക്കെയാണ് അത് എഴുതി വച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കവിതകളെല്ലാം വെല്ലുന്ന രീതിയിൽ പുതിയ കവിതകൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
കവിതകൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആ മൂല്യം നമ്മളിങ്ങനെ അളന്നു നോക്കുമ്പോൾ ഇത്തിരി മൂല്യം കുറഞ്ഞു പോകുന്നുണ്ടോ? കവിതകൾ നന്നായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടത്തിൽ തന്നെ ജോസ് കോതിരത്ത്, ജോസ് പ്രസാദ്, അവരൊക്കെ നന്നായിട്ട് ഒന്നാം തരം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇന്ന് വന്ന കളിക്കൊടുക്ക നോക്കിയാലും ജോസ് പ്രസാദിന്റെ കവിതയുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു ഉൾക്കാഴ്ച കൂടി അത്തരം കവിതകൾ ഉണ്ടെങ്കിൽ, അപ്പൊ അതൊന്നും ഇപ്പൊ വേണ്ടെന്നാണ് പല പത്രാധിപന്മാരുടെയും നിശ്ചയമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള ഗഹനമായ കവിത ശങ്കരക്കുറുപ്പോ ആശാനോ ഒക്കെ എഴുതിയതുപോലെ ഒരു ഉപദേശമൊന്നും കൊടുക്കാൻ നിങ്ങൾ പോകണ്ട. നിങ്ങൾ കുട്ടികളെ രസിപ്പിക്കുന്ന രീതിയിൽ, അപ്പൊ രസിപ്പിക്കൽ മാത്രം പോരാ, അവരെ ജീവിതത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ മലയാള സാഹിത്യകൃതികളൊക്കെ വിവർത്തനം ചെയ്ത് മറ്റു ഭാഷകളിലേക്ക് വളരെ കുറവായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നല്ല ഗതികൾ ഇല്ലാതിരുന്നിട്ടല്ല ശ്രദ്ധിക്കപ്പെടാത്തത്, അത് മറ്റു ഭാഷകളിലേക്ക് വരാത്തത് കൊണ്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ കൂടുതൽ ഒരുപിടി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരവസരമല്ല, വളരെ ചുരുങ്ങിയ സമയമേ ഇത്രയും കാര്യങ്ങൾ മാത്രം ഒരു ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ പ്രസക്തമായ കാര്യമാണ് എസ്.പി. സാർ സൂചിപ്പിച്ചത്. ഇനി പ്രിയ എസ് സംസാരിക്കും. ബാലസാഹിത്യത്തിൽ കൂടുതൽ മുഴുകും തോറും എനിക്ക് കൂടുതൽ സംശയങ്ങളാണ് ബാലസാഹിത്യത്തിനെ കുറിച്ച് തോന്നാറ്. കാരണം ഈ അടുത്തിടെ ഒരു 7ാം ക്ലാസ്സുകാരൻ നരേറ്റ് ചെയ്ത് 8ാം ക്ലാസ്സുകാരി പെൺകുട്ടി പടം വരച്ച ഒരു ബുക്ക് കാണുകയുണ്ടായി. അതിനകത്തെ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഭാവനയൊക്കെ എന്തുമാത്രം പഴഞ്ചനായിരിക്കുന്നു എന്നെനിക്ക് തോന്നി. കാരണം ആ കുട്ടികളുടെ കഥ പോലെ ആ ഭാവനാലോകം വളരെ ഈ കാലവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാവനാലോകമാണ്. അതിൻ്റെ അരികത്തെത്താൻ പോലും എനിക്കൊന്നും കഴിയുന്നില്ല എന്നെനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ഈ കഥാപുസ്തകം നമ്മളുടെ അവാർഡ് പരിഗണനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ 7 വയസ്സുള്ള കുട്ടിയുടെ പുസ്തകം അവാർഡിന് പരിഗണിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. കാരണം അവരുടെ ഭാവന എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷാണ്. നമ്മൾ ഒരുപാട് കാലം പുറകെ നടക്കുന്നവരാണ് എന്നെനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നി. പിന്നെ ഒരു കാര്യം ഞാൻ എഴുതുമ്പോൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, എൻ്റെ മകനൊക്കെ ചെറുതായിരിക്കുമ്പോൾ സാഡ് എൻഡിങ് ആയിട്ടുള്ള ഒരു കഥയും അവനിഷ്ടമല്ല. മാമ്പഴം മാറ്റി എഴുതണം, പൂതപ്പാട്ട് മാറ്റി എഴുതണം, പയറുവറുത്ത കിളിയുടെ കഥ മാറ്റി എഴുതണം. അങ്ങനെ എല്ലാ കഥകൾക്കും ഒരു സാഡ് എൻഡിങ് എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയാണ് അവന് പറഞ്ഞു കൊടുത്തിരുന്നതും. ഒരു ചെറിയ പുസ്തകം പഴയ കഥകൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് എഴുതിയപ്പോൾ അതിൻ്റെ എല്ലാം എൻഡിങ് ഞാൻ മാറ്റുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് സങ്കടങ്ങൾ താങ്ങാനുള്ള കഴിവ് നമ്മൾ വളർത്തുകയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ബാലസാഹിത്യത്തിൻ്റെ ദിശകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടതെന്ന് തോന്നുന്നത് ചിത്രങ്ങളിലെ വൈവിധ്യമാണ്. നമ്മളുടെ കഥാപുസ്തകങ്ങളിൽ വളരെ മൊണോട്ടണസായ, വളരെ ഏകതാന തലത്തിലുള്ള ചിത്രങ്ങളാണ് വരുന്നത്. ഓരോ പേജും കളർഫുള്ളായി അതിലെല്ലാം നിറയുന്ന ചിത്രങ്ങളുള്ള റഷ്യൻ പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ, പാട്ടുപുസ്തകങ്ങളൊക്കെ വായിച്ചാണ് ഞങ്ങളുടെ കുട്ടിക്കാലം കടന്നുപോയത്. അതിലെ 2 വരികളൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പച്ചക്കുതിരയുടെ പടമാണ് 2 പേജിൽ നിറയെ. എന്നിട്ട് പച്ചക്കുതിര എടുത്തു വയലിൻ സംഗീതത്തിൻ മാധുരി ഒഴുകി. ഇപ്പോഴും പച്ചക്കുതിരയെ കാണുമ്പോൾ അറിയാതെ മനസ്സിൽ മൂളിപ്പോവും ഈ 2 വരികൾ. തണ്ണീർമത്തൻ തുഞ്ചത്തിന്മേൽ ആടി രസിച്ചു ചുണ്ടലികൾ. ഒരു വലിയ തണ്ണീർമത്തനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ചുണ്ടലികളും. അപ്പോൾ ഈ നിറവൈവിധ്യം, പണ്ടത്തെ റഷ്യൻ കഥകളിലെ ഈ നിറവൈവിധ്യം, ചിത്രവൈവിധ്യം നമ്മളുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനാവുന്നില്ല എന്നൊരു സങ്കടം എപ്പോഴുമുണ്ട്. ഒരുപക്ഷെ കുട്ടിക്കഥകൾക്ക് വേണ്ടി മാത്രമായി വരയ്ക്കുന്ന
ഒരാൾ എന്ന് പറഞ്ഞാൽ അത് വെങ്കി മാത്രമായിരിക്കും. ബാക്കി എല്ലാവരും എല്ലാം വരയ്ക്കുന്ന കൂട്ടത്തിൽ കുട്ടിക്കഥകളും വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ കഥകൾ കുട്ടികൾ ആദ്യം ഗ്രഹിക്കുന്നത് ചിത്രങ്ങളിലൂടെയാണ്. വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് കടക്കുന്നത് ചിത്രങ്ങളിലൂടെയാണ്, നിറങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ചിത്രവൈവിധ്യം, നിറവൈവിധ്യം നമ്മളുടെ പുസ്തകങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുകൂടി പ്രസാധകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വളരെ കോസ്റ്റ്ലി ആവും, അത് വേറൊരു കാര്യം. പക്ഷേ കോസ്റ്റ്ലി ആയാൽ പോലും നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ വർണ്ണങ്ങൾ നിറയ്ക്കാൻ പറ്റുക, അവരുടെ ഭാവനാലോകം ഉണർത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത്. എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ബാലസാഹിത്യ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന കഥകൾ, കവിതകൾ ഒക്കെ പ്രാഥമികമായി ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ അവരുടെ ഒബ്സർവേഷൻ പവർ തട്ടിയുണർത്തുക എന്നുള്ളതാണ്. ചുറ്റുപാട് ലോകം, ചുറ്റു പറക്കുന്ന ഒരു കിളി, ഒരു വാഴയില ആടുന്നത്, അങ്ങനെ ഓരോരോ നമുക്ക് കൃത്യമായൊരു കഥ ഒരു കഥയിൽ വേണമെന്നില്ല, ഒരു ചിത്രം മതി. വാക്കുകൾ കൊണ്ടൊരു ചിത്രമായാൽ ആ ചിത്രത്തിൽ കുട്ടികൾ അഭിരമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് ഓരോ പുസ്തകം എഴുതുമ്പോഴും ഞാൻ കുറേയേറെ സംശയങ്ങളുടെ നടുക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പെരുമഴയത്തെ കുഞ്ഞുതളികൾ എന്ന് പറയുന്ന പൂർണ്ണ പ്രസിദ്ധീകരിച്ച് എൻ്റെ പുസ്തകത്തിന് റിസീവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ വലിയവരല്ല കുട്ടികൾക്ക് എന്ത് വേണ്ടുന്നു എന്ന് തീരുമാനിക്കേണ്ടത്. കുട്ടികളുടെ ഒരു ജൂറി കൂടി അത്യാവശ്യമാണ് ഈ ജഡ്ജിങ് കമ്മിറ്റിയുടെ ഇടയിൽ എവിടെയോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഭീമ ബാലസാഹിത്യ അവാർഡിന് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ ഒരു പാനൽ ആണ് എൻ്റെ ചിത്രശലഭങ്ങളുടെ വീട് തിരഞ്ഞെടുക്കുന്നതും അതിൽ നിന്നാണ് ഫൈനൽ ജൂറി തിരഞ്ഞെടുക്കുന്നതും. പക്ഷേ ഇപ്പോൾ ഭീമയ്ക്ക് പോലും ആ പാറ്റേൺ മാറി എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ കുട്ടികളുടെ സ്ഥാനം, കുട്ടികൾക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് കുട്ടികൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളുടെ ഭാവനാലോകത്തിൻ്റെ ഗതിവേഗങ്ങൾക്കൊപ്പം നമ്മുടെ ബാലസാഹിത്യത്തിൻ്റെ രചനകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന പരിമിതിയാണ് പ്രിയ യേസു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ പുസ്തകങ്ങളുടെയും ബാലസാഹിത്യത്തിൻ്റെയും നിർമ്മാണം ഉൾപ്പെടെ അവരുടെ വലിയ ലോകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാവണമെന്ന പ്രസക്തമായ കാര്യമാണ് സംബന്ധിച്ചത്. ഈ കാലത്തെ ബാലസാഹിത്യത്തെ ആഴത്തിൽ നിരീക്ഷിക്കുകയും അതുല്യമായ സംഭാവനകൾ ചെയ്യുകയും ചെയ്ത് ഡോക്ടർ കെ ശ്രീകുമാർ സംസാരിക്കും. ബാലസാഹിത്യത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരുപാട് പേർ വേദിയിലും സദസ്സിലുമുണ്ട്. പ്രിയ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ അനുബന്ധം എന്ന പോലെ തുടരാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബാലസാഹിത്യ പുസ്തകങ്ങൾ ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നതൊക്കെ മുതിർന്ന ആളുകളുടെ ജഡ്ജസ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളെ മാത്രം ജൂറികളാക്കിക്കൊണ്ട് പ്രധാന ബാലസാഹിത്യ അവാർഡുകളുടെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും അവാർഡിന് അർഹമല്ല എന്ന് പുതിയ കാലത്തെ കുട്ടികൾ വിധി എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. മലയാള കഥയിലും നോവലിലും നാടകത്തിലും ഒക്കെ തന്നെ വളരെ പുരോഗതി വന്ന, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം കൈവന്ന ഒരു സമയത്ത് പഴയ ചാലുകളിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ബാലസാഹിത്യം കുട്ടികൾ അവഗണിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാനിവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പുതിയ കാലത്തെ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ബാലസാഹിത്യ രചന നടത്തുന്ന രചയിതാക്കളുടെ എണ്ണം തുലോം കുറയുന്നു. പഴയ ചാലുകളിലൂടെ നടന്ന് പഴയ ചട്ടക്കൂടുകളിൽ ബാലസാഹിത്യ രചന തുടരുകയും ഇത് കുട്ടികൾ വായിച്ചുകൊള്ളുമെന്ന ഒരു അന്ധവിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ബാലസാഹിത്യ രചയിതാക്കളാണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. ആ മാറിയ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പ്രിയ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് കുട്ടികൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പുതിയ കാലത്തിനനുസരിച്ച് നടത്തുന്ന ബാലസാഹിത്യ രചനകളെ ഇനി കുട്ടികൾ സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊരു നോവൽ എഴുതുമ്പോൾ, ഒരു കഥ എഴുതുമ്പോൾ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഥയിൽ PS റഫീഖോ ഫ്രാൻസിസ് നൊറോണയോ വിനോയ് തോമസോ ഒക്കെ എഴുതുന്നത് പോലെ, നോവലിൽ സുഭാഷ് ചന്ദ്രനോ സന്തോഷ് കുമാറോ ഒക്കെ എഴുതുന്നത് പോലെ ബാലസാഹിത്യത്തിൽ കാലാനുസൃതമായിട്ടുള്ള പുതിയ ആശയങ്ങൾ, പുതിയ കുട്ടികളെ അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് എഴുതുന്ന ബാലസാഹിത്യം വളരെ കുറവാണ്. ഇന്നും തന്നെ ഉദയപുരൻ രാജ്യവും ആമയും മുയലും ഗുണപാഠവും ഹിതോപദേശവും ഒക്കെ ആയിട്ട് തന്നെ കഥയിൽ തുടർന്നു പോകുന്ന ഒരു കാലഘട്ടം. അത് പഞ്ചതന്ത്രം പോലുള്ള കഥകളെ
മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എഴുതുന്ന രചയിതാക്കളും ഏതാണ്ട് അതേ പാതയിൽ തന്നെ തുടരുകയും സ്വാഭാവികമായും കുട്ടികൾ അത്തരം രചനകളെ നിഷ്കരുണം നിരസിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഈ എഴുതുന്ന ബാലസാഹിത്യകാരന്മാരെ ഒരു പ്രാകൃതന്മാരായി കുട്ടികൾ കണ്ടാൽ അതിനും കുഴപ്പം പറയാൻ സാധിക്കില്ല. നമ്മുടെ ഒരു സ്ഥിരം രീതിയുണ്ട്, കുട്ടികൾക്ക് ഇത് മതി എന്നുള്ള രീതിയുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടി എഴുന്നേറ്റ് എന്ന് ചോദിക്കും, പറയും ഞങ്ങൾക്ക് ഇത് പോരാ എന്ന് പറയുന്ന കുട്ടികളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് പലരും പറയുന്നുണ്ട്, പല ക്യാമ്പുകളിലും ശില്പശാലകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നത്തെ കുട്ടികൾ തീരെ വായിക്കുന്നില്ല, അനുസരണശീലമില്ല, പണ്ടത്തെ പോലെ കഥകൾ അതിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു മിനിയേച്ചർ അഡൽട്ടായി മാറിയ സാങ്കേതിക വിദ്യകളിലൊക്കെ അവൻ ഈ കൊച്ചു ടി വിയുടെ പുറകിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഗെയിമുകളുടെ മുന്നിലോ അല്ലെങ്കിൽ പുതിയ സീരീസുകളുടെ മുന്നിലോ ഒക്കെ പോയി നിന്നിട്ട് ആകർഷിക്കപ്പെടുന്ന കുട്ടി ബാലസാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആ ആകർഷണ വലയത്തിന് അപ്പുറത്തേക്ക് അവനെ ആകർഷിക്കാൻ സാധിക്കുന്ന ആകർഷകമായ പ്രമേയങ്ങൾ, കാലാനുസൃതമായ പ്രമേയങ്ങൾ, അവന്റെ തൃഷ്ണകളെ ശമിപ്പിക്കാനുള്ള പ്രമേയങ്ങൾ കണ്ടെത്തുന്നതിൽ ബാലസാഹിത്യകാരൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപാട് ബാലസാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴും പഴയ ബാലസാഹിത്യ രചനകൾ അത് മാറ്റി നിർത്തി കഥാപാത്രങ്ങളുടെ പേരുകളിലോ ആശയങ്ങളുടെ പേരുകളിലോ അല്ലെങ്കിൽ കഥ നടക്കുന്ന സ്ഥലത്തിന്റെ പേരിലോ ഒക്കെ തന്നെ പഴയ അമ്പിളിമാമനൊക്കെ ആവർത്തിക്കുന്ന കഥകൾ തന്നെയാണ് ഇന്നും കൂടുതലുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് മാറ്റം കുട്ടികൾ വന്നു കഴിഞ്ഞു, ആൺപെൺ വേർതിരിവില്ലാതാണ്ടായി കഴിഞ്ഞു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളുടെ, ജെൻഡർ ന്യൂട്രൽ ചിന്തകളുടെ, ജെൻഡറിനെ സംബന്ധിച്ച് ആണാണോ പെണ്ണാണോ, പണ്ടൊക്കെ എൻ്റെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ക്ലാസ്സിലൊക്കെ വികൃതി കാണിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളുടെ ബെഞ്ചിന്റെ നടുക്കുകൊണ്ടേ ഇരുത്ത്, അത്രയും ഒരു ആക്ഷേപകരമായ ഒരു കാര്യം ഇല്ലാതിരുന്ന ഒരു കാലമാണ്. ഇന്ന് ആൺ പെൺ വേർതിരിവില്ല, എല്ലാവരും എടായെന്നും എടിയെന്നും മാറി മാറി വിളിക്കുന്ന ആൺപെൺ വേർതിരിവില്ലാത്ത ഒരു സൗഹൃദത്തിന്റെ കുട്ടികളുടെ കാലത്ത് നമ്മളിപ്പോഴും ആ പഴയ കാലത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പഴയ ആ മൂല്യങ്ങളെ മാത്രം നമ്മൾ ഇപ്പോഴും ശരിയാണ് എന്ന് പറഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അത് സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അവിടെ ഞാൻ പറയുന്നത് ഇപ്പോഴും മാറേണ്ടത് കുട്ടിയല്ല, കുട്ടിയെ ഒരു വിധത്തിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. പകരം ബാലസാഹിത്യകാരനാണ് അടിമുടി പരിഷ്കരിക്കപ്പെടേണ്ടത്, ഒരു പൊളിച്ചെഴുതപ്പെടേണ്ടത് എന്നുള്ളതാണ്. കാരണം പുതിയ ഒരുപാട് കാലഘട്ടം വന്നു. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ജെൻഡറുകളുടെ ഒരു കാലഘട്ടം വരുന്നു. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, പൊതു സാമാന്യത്തിന്റെ മനസ്സിലേക്ക് ചാന്തുപൊട്ടിലെ ദിലീപിനെ ഓർമ്മ വരികയാണെങ്കിൽ ഇപ്പോൾ പുതിയ കുട്ടി ഒരു പക്ഷേ ഓർമ്മിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ വലിയ വേദികൾ, സാഹിത്യ വേദികളിൽ വളരെ ഊർജ്ജസ്വലമായി നിന്ന് കവിത ചൊല്ലുന്ന വിജയരാജ മല്ലിക എന്ന് പറയുന്ന കവിയെയാണ്. ആ ഒരു മാറ്റം, ഒരു സ്വീകാര്യത, ഒരു ആള് എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കുട്ടികൾക്കും അതേപോലെ തന്നെ എന്താകണമെന്ന് സ്വീകരിക്കാനുള്ള അവകാശം ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള പൊളിച്ചെഴുതപ്പെട്ട ഒരു രചനാ രീതിയിലേക്ക് ബാലസാഹിത്യകാരൻ കടക്കാത്തത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഥയിലും നോവലിലും ഒക്കെ വളരെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റം എന്തുകൊണ്ടോ പലപ്പോഴും എന്റെയൊക്കെ ചെറുപ്പകാലത്തെ, പ്രിയയുടെ കാലത്ത്, പ്രിയ എഴുതുന്ന കാലത്ത് പ്രിയയുടെ ചെറുപ്പകാലത്തെ ഗൃഹാതുരത്വം മാത്രം വെച്ച് എഴുതുന്ന ഒരു കഥയ്ക്ക് ഒരുപക്ഷെ ഇന്ന് പുതിയ കുട്ടിയിൽ എത്രമാത്രം സ്വീകാര്യം, അവന്റെ അനുഭവ ലോകങ്ങൾ വേറെയാണ്, അവന്റെ ആസ്വാദന മണ്ഡലങ്ങൾ വേറെയാണ്, അവന്റെ താല്പര്യങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ബാലസാഹിത്യകാരന് ബാലസാഹിത്യം നിലനിൽക്കണമെങ്കിൽ പുതിയ കുട്ടിയെ മനസ്സിലാക്കണം, പുതിയ കാലത്തെ മനസ്സിലാക്കണം. അതനുസരിച്ച് എഴുതാനുള്ള ഒരു കോപ്പുകളൊക്കെ നമ്മൾ പരിഷ്കരിച്ചുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അടിമുടി പുതിയ കാലത്തെ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ആജ്ഞാപിക്കാതെ. പിന്നെ എപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്ക്, കുട്ടികളുടെ അടുത്തേക്ക് പ്രയോഗിക്കുന്ന ഒരു വാക്ക് അരുത് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കരുതാത്തൊരു വാക്കാണ് അരുത് എന്നുള്ളത്. ചൈൽഡ് ലോക്ക് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ചാനലുകളൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്ത് ജോലിക്ക് പോയ ഒരു അച്ഛനും അമ്മയും എനിക്കറിയാം. ആ കുട്ടി എന്നോട് പറഞ്ഞത്, അച്ഛനും അമ്മയൊക്കെ ലോക്ക് ചെയ്ത് പോകും, ഞങ്ങൾ ഈ ലോക്ക് തുറക്കും, ഇത് ഞങ്ങൾ ഈ ലോക്ക് തുറന്നു എന്നുള്ള ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു വിദ്യയോടെ പഠിച്ച ആളാണ് ഞാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായും കുട്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക, കുട്ടികൾക്ക് ഇത് മതി എന്നുള്ള ലാഘവ ബുദ്ധി ഉപേക്ഷിക്കുക. നമ്മൾ എഴുതുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. നമ്മൾ സ്വീകാര്യനാവണമെങ്കിൽ പുതിയ കാലത്തെ കുട്ടിയെ മനസ്സിലാക്കി അവന്റെ തോളിൽ കൈയിട്ട് ഒരു ചങ്ങാതിയെ പോലെ അവനോട് സംസാരിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. എഴുത്തിന്റെ രീതികളില്, ആശയത്തില്, ഭാഷാരീതിയില്, ആഖ്യാന ശൈലിയിലൊക്കെ പുതിയ കുട്ടിയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ ബാലസാഹിത്യകാരന് നിലനിൽപ്പുള്ളൂ നാളേക്ക് എന്നുള്ള ഒരു ആശങ്ക, എന്റെ കൂടി ആശങ്കയാണ്. ആ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമുക്ക് ഒരു പുസ്തകം ഏത് രീതിയിലാണ് നമ്മൾ പുറത്തിറക്കുന്നത്? നിലവിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നു, നമ്മളത് ഏതെങ്കിലും ഒരു എഡിറ്റർക്ക് കൊടുക്കുന്നു, എഡിറ്റർ അതേപടി ചിലപ്പോൾ ചിത്രം വരയ്ക്കും, പുറത്തിറക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ഒരു ബാലസാഹിത്യ പുസ്തകം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ സംവിധാനം ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ വേണം. അതിന് വേണ്ടത്, ആദ്യമായിട്ട് വേണ്ടത് അതിൻ്റെ എഴുത്തുകാരനിലെ എഴുത്തുകാരി തന്നെയാണ്.
രണ്ടാമതൊരു എഡിറ്റർ വേണം. മൂന്നാമത് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയോ ചിത്രകാരനോ വേണം. പിന്നെ ഇതിനെ ലേഔട്ട് ചെയ്ത് ഭംഗിയാക്കുന്ന ഒരാളും കൂടി വേണം. ഇങ്ങനെ 4 പേര് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് തിരുത്തി, അതിൻ്റെ വര തിരുത്തി, വീണ്ടും മാറ്റി വരച്ച്, വീണ്ടും മാറ്റി ഡിസൈൻ ചെയ്ത് ഒരു ദീർഘകാലത്തെ ചിലപ്പോൾ ഒരു 4, 5, 6 മാസം കൊണ്ട് പുറത്തിറക്കേണ്ട ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ ഒരു ബാലസാഹിത്യ പുസ്തകം. എങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ ഫോണിൽ മുമ്പിൽ പെട്ടെന്ന് ചാടി കയറുന്ന കുട്ടിയെ ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റി പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള പ്രസാധക സംവിധാനങ്ങൾക്ക് അതിന് ഒരു പരിമിതികളുണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്. കാരണം ഒരു 5, 6 സിറ്റിംഗ് ഈ 4 പേരും കൂടിയിരുന്ന് അതിനെ മാറ്റി തിരുത്തി പുറത്തിറക്കുമ്പോഴേക്കും ഉണ്ടാവുന്ന സാമ്പത്തിക ചെലവെന്ന് പറയുന്നത് വളരെ ഉയർന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും 10 വാക്കുള്ള ഒരു പുസ്തകത്തിന് ഇതെന്താണ് 50 രൂപ എന്ന് ഇപ്പം തന്നെ ചോദിക്കുന്ന ആൾക്കാരാണ്. അതേസമയം ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിൽ അത്രയും കുഴപ്പമില്ല, 200 ആയാലും മേടിക്കും. അപ്പോൾ ആ ഒരു രീതി മാറുകയും ഒരു വില കൂടിയ പുസ്തകമാണെങ്കിൽ പോലും ആ പുസ്തകം നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രസാധക ശൈലികൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറിയാൽ മാത്രമേ നമുക്ക് നല്ല പുസ്തകങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ഉണ്ടാവും. ഒന്ന് ക്ലാസിക്കൽ ഉള്ളടക്കം എന്ന് പറയും. അത് നമ്മൾ സാധാരണ എഴുത്തുകാരെഴുതുന്ന അവരുടെ സ്വന്തം മനസ്സിൻ്റെ രീതികൾക്കനുസരിച്ച് എഴുതുന്ന എഴുത്താണ്. അതിന് നമ്മൾ ക്ലാസിക്കൽ ഉള്ളടക്കം എന്ന് പറയാം. രണ്ടാമത് പൂർണ്ണമായിട്ടും ജനറേറ്റ് ചെയ്യപ്പെടുന്ന നിർമ്മിതമായിട്ടുള്ള ഉള്ളടക്കമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഉള്ളടക്കമായിരിക്കും. മൂന്നാമത് അതായിരിക്കും ഇനി ഉള്ള കാലഘട്ടത്തിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒന്ന്. അതെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് തരത്തിലുള്ള ഉള്ളടക്കം, ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഉള്ളടക്കമായിരിക്കും. അത് നമ്മൾ AI സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഉള്ളടക്കം ആയിരിക്കും അടുത്ത ഒരു ഭാവി എന്ന് പറയുന്ന തലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. പക്ഷെ നമ്മൾ കരുതും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഉള്ളടക്കത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല. ആ ഉള്ളടക്കത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക വാല്യൂ തന്നെ ഉണ്ടാവും. കാരണം അതിൻ്റെ തനതായ ഒരു നിലനിൽപ്പ് ഉണ്ടാവും എന്ന് തന്നെയാണ്. ആ നിലനിൽപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുട്ടികളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു 4 പേരുടെ അല്ലെങ്കിൽ 5, 6 പേരുടെ ഒരു കൂട്ടമായിരുന്ന് ആ പുസ്തകത്തെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം മനോഹരമാക്കി അതിൻ്റെ ഉള്ളിലെ വാക്കുകളും ഓരോ കാര്യങ്ങളും അത്രയും മികച്ചതാക്കി ഇറക്കിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഉള്ളടക്കത്തെ കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. ഉള്ളടക്കത്തിൽ നമ്മൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ മാത്രമാണ് പുസ്തകങ്ങൾ വരിക. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതല്ല. ആ കുട്ടി ഏറ്റവും കൂടുതൽ സംവദിക്കുന്നത് മൊബൈലായിട്ടായിരിക്കും, ഡ്രോണുകളായിട്ടായിരിക്കും, അങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ ഉപകരണങ്ങളുമായിട്ടായിരിക്കും ആ കുട്ടി സംവദിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ കൂടി വളരെ സ്വാഭാവികമായിട്ട് ഈ കഥകളിലും കവിതകളിലും അല്ലെങ്കിൽ ലേഖനങ്ങൾ എന്തോ ആയാലും അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി എഴുത്തുകാർ നിർവഹിക്കാനുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റം കൂടി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാലസാഹിത്യം ഇനിയുള്ള കാലത്തും ഒരു പ്രശ്നവുമില്ലാതെ സ്വീകരിക്കപ്പെടുന്നുള്ളത് 100% ഉറപ്പാണ്. ബാലപ്രസിദ്ധീകരണങ്ങളുടെ സംവിധാനം എങ്ങനെയായിരിക്കണമെന്നാണ് തളിര് മാസികയുടെയും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടി പങ്കുവഹിക്കുന്ന നവനീത് കൃഷ്ണൻ വിശദമാക്കിയത്. ബാലസാഹിത്യത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കണം എന്ന വളരെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലാണ് ഡോക്ടർ ശ്രീകുമാർ നേരത്തെ സൂചിപ്പിച്ചത്. 4 പേരും 4 ബാലസാഹിത്യത്തിൻ്റെ 4 വ്യത്യസ്ത മേഖലകളിൽ വളരെ അത്യന്തം ശ്രദ്ധയോടെ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച നിർദ്ദേശമാണ് ആമുഖമായി നമ്മളുമായി പങ്കുവച്ചത്. ബാലസാഹിത്യ രചനയുടെ ലോകത്തും അതിൻ്റെ വായനാ ലോകത്തിലും ഗൗരവത്തോടെ അതിനെ കാണുന്ന, ബാലസാഹിത്യ ശാഖയെ കാണുന്ന പലരും ഇപ്പോൾ സദസ്യർക്കിടയിലുണ്ട്. ഇവിടെയുള്ള എഴുത്തുകാരുമായി നിങ്ങൾക്ക് നിങ്ങളുടെ സമീപനം, ചോദ്യം, ആശയം പങ്കുവയ്ക്കാവുന്നത് വളരെ ചെറിയ സമയം ഉപയോഗിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനോട് പാനൽ പ്രതികരിക്കുന്നതാണ്.
ചോദിക്കുന്നയാൾ അവരുടെ പേരും ആരിൽ നിന്നാണ് മറുപടി പ്രതീക്ഷിക്കുന്നത് അവരുടെ പേരും പറഞ്ഞാൽ സഹായമാവും. എൻ്റെ പേര് രവി എന്നാണ്, അധ്യാപകനാണ്. പ്രിയ മാഡത്തിനോടാണ് ചോദ്യം എന്നല്ല. നമ്മൾ പലപ്പോഴും ഈ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവരെഴുതുന്ന സാഹിത്യം എന്നൊരു തോന്നല് പലപ്പോഴും മുതിർന്നവർക്കുണ്ട്. മുതിർന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ധാരാളം കുട്ടികൾ ഇപ്പോൾ രചനകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു പക്ഷേ പറയാൻ കഴിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ സിനാഷ എഴുതുന്ന കവിതകൾ ഒരു പക്ഷേ ഇവിടെ നാരായണ മാഷൊക്കെ ഇരിക്കുന്നുണ്ട്. വസന്തം എന്ന പെൺകുട്ടി എന്ന കവിതയൊക്കെ എഴുതിയിട്ടുള്ള സിനാഷയിൽ ഒരിക്കൽ എഴുതിയത് എൻ്റെ ഭാഷ എന്നാൽ മഴ കൊണ്ട് ഞാൻ മണ്ണിൽ എഴുതുന്ന കവിത എന്ന് എഴുതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എഴുതിയൊരു വരി ചർച്ച, ആകാശത്തിന് അതിരുകളില്ല, ഏറെക്കുറെ എങ്ങനെയാണ്, കടലിനും അതിരുകളില്ല, എനിക്കും അതിരുകളില്ല എന്നാണ്. ഇത് എഴുതുന്നത് ഒരു കൊച്ചു കുട്ടിയാണ്. അതിരുകളില്ലാത്ത ലോകത്തെ സ്വപ്നം കാണുന്നവരാണ് കുട്ടികൾ. എനിക്ക് തോന്നുന്നത് മുതിർന്നവർ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ബാലസാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടികൾ തന്നെ എഴുതുന്ന ബാലസാഹിത്യ കൃതികളെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള പഠനം നമ്മുടെ മേഖലയിൽ നടക്കണം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ബാലസാഹിത്യ കൃതി പുസ്തകം എന്ന് പറയുന്നത് പ്രിയ മാഡത്തിൻ്റെ പുസ്തകമാണ്. അത് യാതൊരു സംശയമില്ല. ഞാൻ ആ കാലത്ത് തന്നെ അത് വായിക്കുകയും പ്രത്യേകിച്ച് ചിത്രശലഭങ്ങളുടെ വീട് എന്ന പുസ്തകം, അതുപോലെ ഈ അവസാനം പറഞ്ഞ പുസ്തകവും പെരുമഴയത്തെ കുഞ്ഞിതളകളുമൊക്കെ തന്നെ പ്രിയ മാഡത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയേറെ കുട്ടിത്തം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ കഴിയും. പ്രിയ മാഡത്തിൻ്റെ എല്ലാ എഴുത്തുകളിലുമുള്ള കുട്ടിത്തത്തിൻ്റെ ഒരു രഹസ്യം കൂടി ഒന്ന് പറയണമെന്നൊരു ആഗ്രഹം. അത് എനിക്ക് തോന്നുന്നു എൻ്റെ കൃതികളിൽ കുട്ടിത്തം ഉണ്ടാവാനുള്ള പ്രധാന കാര്യം ഞാൻ കുട്ടിക്കാലം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലം മുഴുവനും ആശുപത്രികളിലായിരുന്നു. അപ്പോൾ തന്നെ ആ അടക്കി വച്ചിരുന്ന കുട്ടിത്തം മുഴുവനും പുറത്തെടുത്തത് വലുതായി കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ആ കുട്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എഴുതുന്നത്, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത്. എൻ്റെ ആ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഞാൻ തിരിച്ചു പിടിക്കുകയാണ് കുട്ടിക്കഥ എഴുത്തുകളിലൂടെ എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഞാൻ പ്ലാൻഡായിട്ട് ചെയ്ത കാര്യമല്ല. ഞാൻ കുട്ടിക്കഥകളിലേക്ക് വരണം എന്ന് വിചാരിച്ച ഒരാളേ അല്ല. എനിക്ക് ഒരു പിടി ചെറുകഥകൾ മാത്രം മതി ജീവിച്ചു പോവാൻ എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് വിവർത്തനങ്ങളിലേക്ക് എത്തി, അനുഭവക്കുറിപ്പുകളിലേക്ക് എത്തി, പിന്നെ കുട്ടിക്കഥ എഴുത്തിലേക്കും എത്തി എന്നുള്ളതാണ് സത്യം. കുട്ടിക്കഥ എഴുതുമ്പോഴും ചിത്രശലഭങ്ങളുടെ വീട് എഴുതുമ്പോഴും അത് സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ അത് വായിച്ച് കുട്ടികൾ എനിക്ക് കത്തെഴുതാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കുട്ടികളുടെ ഭാവനാലോകത്തെ എവിടെയൊക്കെയോ സ്പർശിച്ചു എന്നുള്ളത്. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയ പുസ്തകങ്ങളെക്കാൾ എനിക്കിപ്പോഴും പ്രിയപ്പെട്ടത് അമ്മയും കുഞ്ഞുണ്ണിയും എന്ന് പറഞ്ഞ പുസ്തകമാണ്. കാരണം അതിൻ്റെ റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്ഷരം വായിക്കാത്ത കുട്ടികളാണ് അത് കക്ഷത്തിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ് അച്ഛനമ്മമാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ അമ്മയും കുഞ്ഞുണ്ണിയുടെയും കഥ വായിക്കാം എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ കാണുമ്പോൾ എൻ്റെ മകനാണ് കുഞ്ഞുണ്ണി എത്ര വലുതായി എന്നുള്ളത് അംഗീകരിക്കാതെ ഇപ്പോഴും കുഞ്ഞുണ്ണി എന്ത് ചെയ്യുന്നു, കുഞ്ഞുണ്ണിയെ ചേട്ടൻ എന്ന് വിളിക്കാൻ അവരൊരുക്കമല്ല, കുഞ്ഞുണ്ണി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല, എൻ്റെ മുഖം അറിയില്ല, ഞാൻ അവാർഡ് കിട്ടിയ ഒരാളാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കഥയിലെ ചിത്രങ്ങളിൽ കൂടിയാണ് അവരുടെ സ്നേഹം. അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയ പുസ്തകങ്ങളെക്കാൾ കുട്ടികൾ പ്രിയങ്കരങ്ങളാണ് എന്ന് എന്നോട് നേരിട്ട് വന്ന് പറയുന്ന പുസ്തകങ്ങളെയാണ് ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു
അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മളുടെ ചെറുകഥകൾക്കും ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ചെറിയ കുഞ്ഞു കഥകൾ കൊണ്ട് ഞാൻ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നു എന്ന് പറയാം. എൻ്റെ പേര് ജോസ് ഗോതുരുത്ത്. എൻ്റെ സംശയം കെ ശ്രീകുമാർ സാറിനോടാണ്. നമ്മുടെ ഇന്നത്തെ ബാലസാഹിത്യത്തിൻ്റെ ദിശകൾ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പല ബഹുദിശകൾ ബാലസാഹിത്യത്തിനുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ബാലസാഹിത്യം എന്ന് പറയുന്ന ഗൗരവതരമായ ഒരു പ്രക്രിയ ആണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എഴുതേണ്ടത്, ബാലസാഹിത്യം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മുൻപിൽ ഒരുപാട് ദിശകളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അവൻ വളരുന്നുണ്ട്, അവനൊരു മനുഷ്യനാവണം. അവൻ്റെ മുമ്പിൽ ഒരു രാജ്യമുണ്ട്, അവൻ പൗരനാവണം. അവൻ്റെ മുമ്പിൽ ഒരു ലോകമുണ്ട്, വിശ്വമാനവികത അവനുണ്ടാവണം. അവൻ്റെ മുമ്പിൽ ഈ പ്രകൃതിയും പ്രപഞ്ചവും ഉണ്ട്, അതും അവനുണ്ടാവണം. ഇതൊക്കെ വ്യത്യസ്തമായ ദിശകളാണ്. മറ്റൊന്ന്, ഈ മനുഷ്യൻ്റെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും ഒരു രാഷ്ട്രത്തിന് അനുഗുണമായിരിക്കണം. രാഷ്ട്രത്തിന് അനുഗുണമാവുന്ന, രാഷ്ട്രത്തിൻ്റെ തനിമ വളരുന്ന, രാഷ്ട്രത്തിൻ്റെ സംസ്കാരം വളർത്തുന്ന സ്വോദ്ദേശപരമായ എഴുത്തുകളാണ് നമ്മുടെ ബാലസാഹിത്യത്തിൽ വരേണ്ടത്, വേണ്ടത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഓരോ രാജ്യവും ഓരോ രാജ്യത്തെ രാഷ്ട്രത്തിനാവശ്യമായ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ ബാലസാഹിത്യത്തിന് പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മൂല്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. മൂല്യങ്ങൾ എന്ന് പറയുന്നത് പഴഞ്ചൻ ചവറ്റുകൊട്ടിയിൽ. സമയം വളരെ പരിമിതമാണ്. എന്റെ മുന്നിൽ ലാപ്ടോപ്പിൽ ടൈമർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂല്യബോധങ്ങളും കണക്കിലെടുത്തിട്ട് വേണം നമുക്ക് രചന കൊണ്ടുപോകാൻ എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മൂല്യബോധം വളരെ പ്രസക്തമാണ്. സങ്കീർണതകളും സാങ്കേതികതകളും ഒക്കെ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരിക്കും, അത് അവൻ സംശീകരിച്ചു കൊള്ളും. ഓക്കെ സാർ, താങ്ക് യു. സ്വദേശപരമായിരിക്കണം കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ എഴുതുന്ന ഓരോ വരിയും വായിച്ചിട്ട് കുട്ടി അല്പം പോലും പിറകോട്ട് നടക്കരുത് എന്നുള്ള നിർബന്ധത്തോടു കൂടിയാണ് ഓരോ വരിയും ഞാൻ എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ മൂല്യബോധത്തിൽ തന്നെ നമ്മുടെ മൂല്യബോധം സ്വാഭാവികമായിട്ടും പുതിയ കാലത്തെ കുട്ടികളുടെ ലോകം മനസ്സിലാക്കി അവന് വേണ്ടി എഴുതുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുള്ള മൂല്യബോധത്തെ അവന്റെ ലോകവും അനുഭവ മണ്ഡലങ്ങളുമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു രീതി ബാലസാഹിത്യകാരൻ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും തീരെ അനുസരണയില്ലാത്ത അരാജകവാദികളായിട്ടുള്ള കുട്ടികളും യുവാക്കളും എന്ന് വല്ലാതെ നമ്മൾ പുച്ഛിച്ച യുവാക്കളുടെയും കുട്ടികളുടെയും ഏറ്റവും ഊർജ്ജസ്വലവും ക്രിയാത്മകവുമായിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ പ്രളയകാലത്തും കോവിഡ് കാലത്തും കണ്ടത്. ആരും എവിടെ നിന്നും കോർഡിനേറ്റ് ചെയ്യാതെ കുട്ടികൾ മാത്രം ഇരുന്നു കൊണ്ട് അവന്റെ ഇന്റർനെറ്റിന്റെയും അവന്റെ ലാപ്ടോപ്പിന്റെയും അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെയും ലോകത്തിനകത്തും പുറത്തുമുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സമയത്തും വളരെ സജീവമായി ഇടപെടുകയും ഇനി ഒരിക്കലും തീരെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരാണ് നമ്മുടെ കുട്ടികളെന്നും നമ്മുടെ യുവാക്കളെന്നും പറയാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തെ തന്നെ സർഗാത്മകമായി മാറ്റിയ ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ നേരിട്ട രണ്ട് പ്രതിസന്ധികൾ, കോവിഡും അതുപോലെ തന്നെ പ്രളയവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മൂല്യവലയമാകണമെന്നില്ല കുട്ടി സ്വീകരിക്കേണ്ടത്. നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ എഴുതുന്നതിൽ നമ്മുടെ മനസ്സിലുള്ള കുറെ മൂല്യങ്ങളുണ്ട്. സ്നേഹവും ദയയും കരുണയും സഹാനുഭൂതിയും പോലുള്ള നമ്മുടേതായിട്ടുള്ള ആ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് പക്ഷേ പഴയ രീതിയിലായി കൂടാ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ന് അത് ആസ്വദിക്കാൻ കുട്ടി, അത് സ്വീകരിക്കാൻ കുട്ടി തയ്യാറല്ലെങ്കിൽ കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ ഈ മൂല്യങ്ങളെ എങ്ങനെ ഭംഗിയായി, കൃത്രിമമായിട്ട് ഏച്ചുകെട്ടിയ പോലെയല്ല, ഭംഗിയായി അവന് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. വെല്ലുവിളി വലുതാണ്. ഒരു കഥാകൃത്തിനോ നോവലിസ്റ്റിനോ ഉള്ളതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ കുട്ടിക്ക് വേണ്ടി മാതൃകാപരമായിട്ടൊരു രചന നടത്തുക എന്ന് പറയുന്നത്. വളരെ ഇപ്പൊ നേരത്തെ സിനാഷയുടെ കവിത, സിനാഷയ്ക്ക് ഞാൻ തുഞ്ചൻ
പറമ്പിൻ്റെ അവാർഡൊക്കെ കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ കവിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ബാലസാഹിത്യം എഴുതണോ എന്ന് ആലോചിച്ചു പോകുന്ന ഒരവസ്ഥ. പുതിയ കുട്ടികളുടെയൊക്കെ രചനകൾ പലതും എഴുതി കഴിയുമ്പോൾ അവർ ബാലസാഹിത്യമൊന്നും അല്ല എഴുതുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ബാലസാഹിത്യം എഴുതണോ എന്നുള്ള ഒരു വലിയ അപകർഷതാബോധം വരെ തോന്നിപ്പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ബാലസാഹിത്യത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കുട്ടിയെ കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് കണ്ട് അവൻ എന്താണെന്ന് മനസ്സിലാക്കി അവനെ സ്വാധീനിക്കാൻ സാധ്യമുള്ള കാര്യങ്ങളെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ മൂല്യങ്ങളെ അതിലേക്ക് ഭംഗിയായി ലയിപ്പിച്ചുകൊണ്ട് കൊടുക്കാനുള്ള, അത് എഴുത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. അതിൽ വലിയ ബുദ്ധിമുട്ടാണ്. എഴുത്തുകാരൻ അടിമുടി പൊളിച്ചെഴുതപ്പെടുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിന് സ്വീകാര്യത കിട്ടുക പോലും എളുപ്പമല്ല. എങ്കിലും ആ ഒരു ശ്രമം ഇല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം പാഴ്ശ്രമമായി മാറുമെന്നുള്ളതാണ്. കാരണം മൈൻഡ് ചെയ്യുകയില്ല കുട്ടിയത്. അവര് അവഗണിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലാനുസൃതമായി എഴുത്തുകാരൻ മാറ്റി എഴുതപ്പെടണം. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു പറയും, അതല്ല വേണ്ടത്. കുട്ടികളിൽ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. കാരണം ഇന്നത്തെ കുട്ടിയാണ് യാഥാർത്ഥ്യം. നമ്മൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരുടെ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആശങ്കയോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ശിവകുമാരൻ സാറോടാണ് സംശയം. സാറേ, ഇത്തരം വേദികളിലും പുതിയ എഴുത്തുകാരായ കുട്ടികളെ കൊണ്ടുവന്നുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലബ്ധപ്രതിഷ്ഠ നേടിയ അനേകം എഴുത്തുകാർ, പ്രിയ എസിനെ പോലെയുള്ള ഒട്ടനവധി പേര് ബാലസാഹിത്യ മേഖലകളിൽ അവരുടേതായ രചനകളെ കൊണ്ട് സമ്പന്നമാക്കുന്നുണ്ട്. അതേസമയം എന്തുകൊണ്ട് പുതിയ കുട്ടികളെ, എഴുത്തുകാരെ, ചെറിയ കുട്ടികളെ ഇതുപോലെയുള്ള വേദികളിലും അവരുടെ കൃതികളും ഇത്തരം പ്രസിദ്ധീകരണങ്ങളെ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല? അതിനൊരു മാറ്റമായിക്കൂടെ ഈ ദിശ എന്നതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഒരുപക്ഷെ എഴുത്തുകാരുടെയും സംഘാടകരുടെയും ഒരു ഭയം കൊണ്ടോ ആശങ്ക കൊണ്ടോ ആയിരിക്കാം കുട്ടികളെ കൊണ്ടുവരാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിപ്പോകുന്ന എഴുത്തുകാരായിരിക്കും ബഹുഭൂരിപക്ഷമുള്ള ഒന്ന്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലും സ്വാഭാവികമായും പേരിന് 3 4, എനിക്ക് തോന്നുന്നു ഇവിടെ 1 2 ഒക്കെയാണ് കുട്ടിയായിട്ടുള്ളത്. അവരാണെങ്കിൽ ആ കുട്ടി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ വളരെ നിർവികാരമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും കുട്ടികളാൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരു വേദി ഉണ്ട് എങ്കിൽ അത് ബാലസാഹിത്യം എഴുതുന്നവരെ സംബന്ധിച്ച് അത് വലിയൊരു അനുഭവമായിരിക്കും, ഒരു വലിയ വെല്ലുവിളി കൂടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. നിർബന്ധമായിട്ടും കുട്ടികളെക്കുറിച്ചുള്ള ചർച്ചയിൽ, കാരണം നമ്മളല്ല തീരുമാനിക്കേണ്ടത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് പറയാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. കാരണം നമ്മളൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ആ ഒരു ആസ്വാദന മണ്ഡലമെല്ലാം കടന്നിട്ട് പോയ ഒരു പരിധി വരെയൊക്കെ കാലഹരണപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇന്നത്തെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഗത്യന്തരമില്ലാതെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു രീതി ശീലം ഇതായത് കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായും വേണ്ടത് കുട്ടികൾ നിറഞ്ഞൊരു സദസ്സിലാണ് ഇത്തരം ചർച്ചകൾ വേണ്ടത്. ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. സംഘാടകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ബാലസാഹിത്യത്തിന്റെ ദിശകളെ സംബന്ധിക്കുന്ന സംവാദ സന്ദർഭങ്ങളിൽ ചെറിയൊരു സന്ദർഭം മാത്രമാണ്. കുട്ടികൾക്ക് മാത്രമായി ധാരാളം ചർച്ചാവേദികൾ, ശില്പശാലകൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഗംഭീരമായ ചോദ്യങ്ങളും സമാധാനങ്ങളും എഴുത്തും ഒക്കെ സമാന്തരമായി നടക്കുന്നുണ്ട്. ഇത് മാത്രമായി അതിൽ ചുരുക്കി കാണേണ്ടതില്ല. ഇത് തുടങ്ങിയൊടുങ്ങുന്ന ഒരു ബാലസാഹിത്യ ദിശയെ ആത്യന്തികമായി സ്വാധീനിക്കുന്ന സംവാദമൊന്നുമല്ല. കുട്ടികൾ പങ്കെടുക്കുന്ന ധാരാളം ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കെല്ലാം അവസരം കിട്ടാറുണ്ട്. അവരുടെ ഗംഭീരമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അമ്പരന്ന് നിൽക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അത്തരം ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സംവാദ സന്ദർഭങ്ങൾക്കൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം. അതിലൊരു ചെറിയൊരു അംശം മാത്രമാണ് ഇത് എന്ന് കരുതിയാൽ മതി. ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ശില്പശാല എന്ന നിലയ്ക്കല്ല നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് കൂടി. അടുത്ത ചോദ്യം. ഞാൻ ജേക്കബ് സാംസൺ, എഴുത്തുകാരനാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. കുറെ ബാലസാഹിത്യ കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. കളിവീണ എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ മാസിക 20 കൊല്ലം നടത്തിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനിക്ക് 40 വർഷമായിട്ട് കുട്ടികളും അവരുടെ രചനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ബാലമനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ 10 കുട്ടികളെ അന്നായാലും ഇന്നായാലും വിളിച്ചിരുത്തിയിട്ട് ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ ആ 10 പേരിൽ 9 പേര് മുതിർന്നവർക്കുള്ള കഥയായിരിക്കും എഴുതുന്നത്, കുട്ടികൾക്കുള്ള കഥ എഴുതൂല. അതുപോലെ തന്നെ മുതിർന്ന ആളുകളോട് കഥ എഴുതാൻ പറഞ്ഞാലും അവരിലും ഒരു 10 പേരോട് എഴുതാൻ പറഞ്ഞാൽ 9 പേരും മുതിർന്നവർക്കുള്ള കഥ എഴുതുള്ളൂ, ഒരാളെ ബാലസാഹിത്യം എഴുതുള്ളൂ. എനിക്കറിയാവുന്ന ഒരു കുച്ചപ്പുറ സത്യനേശൻ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടാൽ പേടിച്ചു, ഭയങ്കരനായ ഒരാളാണ്, അത്ര രൂപമുള്ള ഒരാളാണ്. ആര് കണ്ടാലും പേടിച്ചു, വിറച്ചുകൊണ്ടേ ഒരാൾ നിൽക്കുകയുള്ളൂ. അങ്ങനത്തെ ഇപ്പം ജീവനിച്ചിരിപ്പില്ല. പക്ഷെ പുള്ളി എഴുതുന്ന ബാലകവിതകളാണ്.
വീട്ടിൽ പൂമ്പാറ്റ ഇതുപോലെയുള്ള മാസികകളാണ് വായിക്കുന്നത്. അയാളുടെ മനസ്സിൽ കിടക്കുന്നത് ഒരു ബാലമനസ്സാണ്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് ബാലമനസ്സിനെ നമ്മൾ അവരുടെ രചനാരീതിയായിട്ടൊന്നും നമ്മളങ്ങനെ വരാൻ പറ്റില്ല. ബാലമനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അതിൽ 10ൽ ഒരു കുട്ടി എഴുന്നെങ്കിൽ ആ കുട്ടിയുടെ മനസ്സാണ് ബാലമനസ്സായിട്ട് നമ്മൾ കാണേണ്ടത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം കുട്ടികൾ ഈ 10 പേര് കാണുന്ന സിനിമ കാണുന്നു, TV കാണുന്നു, ഇതെല്ലാം കാണുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെ വെച്ചാണ് അത് എഴുതി വെക്കുന്നത്. പക്ഷെ അത് അവൻ്റെ യഥാർത്ഥമായ ഒരു മനസ്സൊന്നും അല്ല, അവൻ്റെ യഥാർത്ഥമായ അഭിപ്രായമല്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ദിശാബോധം നൽകുന്നത് പാഠപുസ്തകങ്ങളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളോ കുട്ടികളായിരിക്കും എൻ്റെ നെഞ്ചി വന്ന് കിടന്നിട്ട് കഥ പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. പക്ഷെ കൊച്ചുമക്കൾ അങ്ങനെയല്ല ചെയ്യണം, അവർ മൊബൈലും വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർ കഥയ്ക്ക് വരുന്നത് സ്കൂളിൽ ഒരു കഥ പറയാനുണ്ട്, എനിക്കൊരു കഥ വേണം. അപ്പോൾ കുട്ടിയുടെ അടുത്ത് പറയും ഈ കഥ വേണ്ട, ആ കഥ വേണ്ട, ഈ കഥ മതി, ഇത് മതി, ഇത് മതി. അപ്പോൾ ആ കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓരോ കാലത്തിന് അതിൻ്റെതായ ആവശ്യമുണ്ട്. പക്ഷെ എപ്പോഴും കുട്ടികൾ സെലക്റ്റീവാണ്. നമ്മൾ അന്നും അത് തന്നെ ഇന്നും അത് തന്നെ 10 കഥ കൊണ്ട് ആ കഥ വേണ്ട, ഈ കഥ മതി എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്. അപ്പോൾ എൻ്റെ ദിശയെന്ന് പറയുമ്പം 10 കുട്ടികളിരുന്ന ആ 10 കുട്ടികളിൽ ഒരു ബാലസാഹിത്യകൃതി എഴുതുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സാണ് ബാലമനസ്സെന്ന് കണ്ടുകൊണ്ട് എഴുതണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. ഈ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി തന്നെ നേരത്തെ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികൾക്ക് കുട്ടിക്കൂട്ടം എന്ന പേരിൽ ബാലസാഹിത്യത്തെയും ബാലലോകത്തെയും സംബന്ധിച്ച വളരെ ഗൗരവപൂർണമായ ചർച്ച അവർ സംവദിക്കാനുള്ള അവസരം ഇവിടെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ NP ഹാഫിസ് മുഹമ്മദും സിയാദാസ് സാറും നേതൃത്വം നൽകുന്ന ഒരു നല്ല സെഷൻ ഉണ്ട്. അതിലേക്ക് കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ കുട്ടികളെ ഒഴിവാക്കി വെച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അടുത്തയാൾക്ക് ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച ജേക്കബ് സാംസൺ 1972 NCERT അവാർഡ് നേടിയ ഒരാളാണ്, ദേശീയ ബഹുമതിക്ക് അർഹനായ ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു തേന്മാവിൻ്റെ കഥ അതിവിശിഷ്ടമായ ഒരു കൃതിയാണ്. ഒരു തേന്മാവിൻ്റെ കഥ അതിസുന്ദരമായിട്ട് പറയുന്ന ഒരു കൃതിയാണ്. അദ്ദേഹം ഈ രംഗത്തുണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് ഇൻഫർമേഷൻ സർവീസിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, അല്പം പിന്നോക്കം പോയതാണ്. അതുകൊണ്ട് പറ്റിയതാണ്. ഞാൻ പെട്ടെന്ന് ആ പേര് കേട്ടപ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. നമസ്കാരം, എൻ്റെ പേര് ധനു എന്നാണ്. എൻ്റെ മോള് കൂടെ വന്നിട്ടുണ്ട്, പേര് ദീപ്ത എന്നാണ്. ഞാൻ ഇന്ന് ഈ സാഹിത്യ ചർച്ചയുടെ ഭാഗമാകാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ബാലസാഹിത്യം എനിക്ക് തോന്നുന്നു കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം മോളെ ഒരുപാട് വായിപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ പ്രിയ മാമിനെ കാണാനായിട്ടാണ് മോള് വന്നത്. അമ്മുണ്ണി എന്നാണ് ഇടയ്ക്ക് എന്നെ വിളിക്കുക. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഇത് മോള് സ്നേഹത്തോടെ വിളിക്കുന്നതാണോ? അപ്പോൾ മോൾ അല്ലല്ല, ഞാനിങ്ങനെ പ്രിയ മാമിൻ്റെ അമ്മയും കുഞ്ഞുണ്ണിയും അത് വായിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ ചോദ്യം എന്ന് പറയാം, കാരണം എല്ലാ അമ്മമാരും ഇന്ന് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മോളെ ഇത്രയും വായിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പം ഒരുപാടൊന്നും വായിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും അവൾക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. പുസ്തകങ്ങൾ കണ്ടെത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്, കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് ഞാനും മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ടെക്നോളജിയുടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികളെ വായനയിലോട്ട് എങ്ങനെ ആകർഷിക്കാനുള്ള, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ചെറിയ ചോദ്യമല്ല എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എങ്ങനെ കഥ വായിപ്പിക്കാം എന്നുള്ളതൊരു വലിയ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. കാരണം കുട്ടികളൊക്കെ, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കുട്ടികൾ നന്നായി വായിക്കുന്ന, നന്നായി മലയാളത്തിലും ഒക്കെ കഥ വായിക്കുന്ന കുട്ടികൾ ഒരു ഏജ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് തിരിയുന്നതാണ് ടെൻഡൻസി. കാരണം അവർ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തന്നെ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, നമുക്കിതുവരെ ഒരു ഹാരി പോട്ടർ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഹാരി പോട്ടർ കഥകളിലെ വൈവിധ്യം അത് നമ്മളുടെ പുസ്തകങ്ങളിലൊന്നും ഇതുവരെയും ഒരു പുസ്തകത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ വാചകം എഴുതുമ്പോഴും, ഓരോ കഥ എഴുതുമ്പോഴും, ഇപ്പോൾ ശ്രീകുമാർ നേരത്തെ പറഞ്ഞ പോലെ സിനാഷയുടെ കവിതകളും കഥകളും കാണുമ്പോൾ ഒരു അപകർഷതാബോധം തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ബാഗിൽ ഇപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 7ാം ക്ലാസ്സുകാരൻ എഴുതിയ
കഥ. കാരണം സമയം കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വായിക്കണം എന്നെനിക്കുണ്ടായിരുന്നു. സമയം കിട്ടില്ല എന്നറിയാം, എന്നാലും ഞാനത് ബാഗിലെടുത്തു വെച്ചു. കാരണം അത് വായിക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നിയതാണ് ഞാൻ എന്തുമാത്രം പിന്നിലാണ്. എൻ്റെ കഥ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി പെരുമഴയത്തെ കുഞ്ഞിതളുകൾക്ക്. അത് എത്ര കുട്ടികൾ വായിച്ച് രസിക്കും? വലിയവരുടെ ജഡ്ജ്മെൻറ്റിൽ കൂടിയാണ് എനിക്ക് ഈ 2 അവാർഡും കിട്ടിയിരിക്കുന്നത്. കുട്ടികൾ വായിക്കുമോ? കുട്ടികളുടെ റിയാക്ഷൻസ് കൂടുതലായിട്ട് ആ പുസ്തകത്തിന് വന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഓരോ പുസ്തകം എഴുതുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഈ ഡൗട്ട് വരുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ നിന്ന് മലയാളത്തിലേക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല? അതൊരു വലിയ ചോദ്യമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റിനെ മായ്ച്ചു കളഞ്ഞ് ബാലസാഹിത്യ രംഗത്തെ ദിശകളെക്കുറിച്ച് സംസാരിക്കുക വളരെ പാടാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഈ വായനയിലേക്ക് തിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ചിത്രങ്ങളാണ് എപ്പോഴും കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് പിടിച്ചെടുക്കുക. അപ്പോൾ നിറയെ ചിത്രങ്ങളുള്ള, അവരുടെ ഭാവനാലോകം ഉണരുന്ന വിധത്തിലുള്ള ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ. അതിപ്പോൾ തൂലിക ബുക്സിൻ്റെയൊക്കെ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ബുക്ക്. ഇപ്പം എൻ്റെ മകൻ ആദ്യം വായിച്ച ബുക്ക് സക്കറിയ ട്രാൻസ്ലേറ്റ് ചെയ്ത മഹാശ്വേത ദേവിയുടെ ഒരു ബുക്കാണ്, എന്തിനൊരു പെൺകുട്ടി, ദ വൈ ഗേൾ. പിന്നെ എനിക്ക് തോന്നാറുണ്ട് പല നല്ല പുസ്തകങ്ങളും ഇപ്പോൾ ഈ സന്തോഷ് കുമാറിൻ്റെ, ഞാൻ ആ പുസ്തകത്തിൻ്റെ പേര് മറന്നുപോയി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ല ഉറുമ്പ്, കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം ഭയങ്കര ഗംഭീരമായ പുസ്തകമാണ് അത്. പക്ഷേ അത് ഒരിക്കലും ഒരു മെയിൻ സ്ട്രീമിൽ വന്നിട്ടില്ല. ഇപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടിയ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞ പുസ്തകം, അത് വായിച്ചിട്ട് ഞാൻ മോഹൻകുമാർ സാറിന് എഴുതി, ഇത് അസലൊരു പുസ്തകമാണ് എന്നെഴുതി. അതിനിപ്രാവശ്യമാണ് ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില പുസ്തകങ്ങൾ നമ്മളുടെ കാഴ്ചവട്ടത്തേക്ക് വരാതെ മറഞ്ഞു കിടപ്പുണ്ട്. എപ്പോഴും ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവാർഡോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളോ നല്ലൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം മുകളിലേക്ക് വരും. അങ്ങനെ ആരും ഒന്നും പറയാതെ കിടക്കുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങൾ നമ്മളുടെ ബാലസാഹിത്യ രംഗത്തുണ്ട്. അത് കണ്ടുപിടിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ യജ്ഞം തന്നെയാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ നല്ലതുണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവുന്നതിൽ ഏതാണോ നല്ലത്, ഏതാണ് നമ്മളുടെ കുട്ടിക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഈ ചോദ്യം പലപ്പോഴും എൻ്റെ ഇൻബോക്സിൽ വരുന്നതാണ്. എൻ്റെ മകൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകത്തിൻ്റെ പേരുകൾ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതൊരു കുഴപ്പം പിടിച്ച ചോദ്യം തന്നെയാണ് എന്ന് പറയുന്നു. ചോദ്യത്തോടെ നമുക്ക് അത് അത്രയേ സമയമുള്ളൂ, ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക്. എൻ്റെ പേര് ഗണേഷ്, തൃശ്ശൂർ നിവാസിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് ശ്രീകുമാർ സാറിനോടാണ്. ശ്രീകുമാർ സാറാണ് അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് റേസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സാർ ഇവിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചപ്പോൾ കുട്ടികൾ എഴുതിയാൽ അത് ബാലസാഹിത്യമാകുമോ എന്നൊരു ചോദ്യം, അതിനാരും മറുപടി പറഞ്ഞില്ല. അതെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. തന്നെയല്ല, മറ്റൊരു കാര്യം സാറിന് പറഞ്ഞൊരു കാര്യം, കുട്ടികളുടെ കൃതികൾ വായിക്കുമ്പോഴുള്ള അപകർഷതാബോധം. ഇപ്പോൾ മാഡം അത് റിപ്പീറ്റ് ചെയ്തു. അത് എത്ര കുട്ടികൾ അത്തരത്തിൽ എഴുതപ്പെടുന്നവരുണ്ട് നമുക്കിടയിൽ എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അപകർഷതാബോധം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം. ഈ 1ാം ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കരിക്കുലം ചിട്ടപ്പെടുത്തുമ്പോഴല്ലേ അത്തരത്തിലുള്ള ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നത്. ഈ ഒന്നാമതായി വരുന്ന കുട്ടികളുടെ കൃതികൾ മാത്രം വായിച്ചുകൊണ്ട് അതല്ലാത്ത വലിയൊരു ജനവിഭാഗം നമുക്ക് ഉണ്ട് വായിക്കാൻ എന്ന ആ ഒരു അജണ്ടയെ കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ ഒറ്റ സംഭവം മാത്രം പറയാം. എൻ്റെ ഒരു 1-2 പുസ്തക കഥകളൊക്കെ സ്കൂളിൽ പഠിക്കാനുണ്ട് മലയാള പാഠാവലിയിൽ.
3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും. അപ്പോൾ 4-ാം ക്ലാസ്സിൽ വിശപ്പ് എന്ന് പറയുന്ന ഒരു കഥയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഒരു കുട്ടി സ്കൂളിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഒരു വഴിയിലൊരു പ്രായമായ മനുഷ്യൻ, എല്ലും തോലുമായ മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ ആ മനുഷ്യനിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി അങ്ങോട്ട് പോയി ഒരുപാട് ആളുകൾ അതിലേ പോകുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് സ്വന്തം ചോറ് പാത്രത്തിലുള്ള ഒരു ഇഡലിയാണ്, 3 ഇഡലി, അത് മുഴുവൻ മനുഷ്യൻ്റെ പാത്രത്തിലേക്ക്, ഭിക്ഷാപാത്രത്തിലേക്ക് ചൊരിഞ്ഞിട്ടിട്ട് നടന്നു പോകുന്നു. സ്കൂളിലെത്തുന്നു. സ്കൂളിലെത്തി ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഈ കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ മറ്റൊരു ചോദിച്ചു, നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇല്ല, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് ഈ കുട്ടി പറയുന്നു. ഇത്രയേ ഉള്ളൂ ആ കഥ. അതിൽ കുറച്ച് ഭാഗമാണ് പഠിക്കാനുള്ളത്. ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിക്ക് എന്തോ ഭയങ്കരമായിട്ട് കുട്ടിയെ വല്ലാതെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. കുട്ടിയുടെ ഉള്ളിലേക്ക് സ്നേഹവും ദയയും കരുണയും സഹാനുഭൂതിയൊക്കെ പകർന്നു കൊടുത്തു എന്നൊക്കെ അല്പം അഹങ്കരിച്ചൊരു മനുഷ്യനാണ്. അങ്ങനത്തെ കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു സ്കൂളിൽ ഞാൻ കണ്ടതാണ്. ഒരു സ്കൂളിൽ ഈ കഥ എന്നെ ഇരുത്തിക്കൊണ്ട് ഈ കഥ അവിടെ ചർച്ച ചെയ്യാൻ അത് കുട്ടിയോട് വിളിച്ചു ചോദിച്ചു. അതിലൊരു ചോദ്യമുണ്ട്. ഈ കഥ പകുതി വെച്ച് നിർത്തിയിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. ഒരു സാധാരണ ആ ക്ലാസ്സിലെ ഏറ്റവും ടീച്ചർമാരൊന്നും അധികം സ്വീകരിക്കാത്ത ഒരു അവഗണിക്കപ്പെട്ട ഒരു കുട്ടി, ഒരു വില്ലൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കുട്ടി അതിന് പറഞ്ഞ മറുപടി എന്നിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ 3 ഇഡലി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 1 ഇഡലി ഞാൻ അതിലേക്ക് കൊടുക്കും, 3 കൊടുക്കില്ല, 2 കൊടുക്കുള്ളൂ. എന്നിട്ട് ആ ഇഡലി കൊടുക്കുന്നതിൻ്റെ ഒരു സെൽഫി ഞാൻ എടുക്കുന്നു പറഞ്ഞു. എനിക്ക് ആ പാടെ ഭയങ്കര എൻ്റെ ആ കഥാകാരനുള്ളതിൽ ഞാൻ തകർന്നടിഞ്ഞ പോയൊരു സമയമാണ്. 3-ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ആലോചിക്കണം, 4-ാം ക്ലാസ്സിലെ കുട്ടി. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ അത് ശരിയാണോ? നീ ഇങ്ങനെ സെൽഫി എടുക്കലാണോ പ്രധാനം? നീ ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുന്നത് മറ്റൊരാൾ അറിയുക, ദാനം ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലല്ലേ വേണ്ടത്. നീ ഇങ്ങനെ സെൽഫി എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി ഉണ്ട്. അവിടെയാണ് ഈ അപകർഷതാബോധം എനിക്ക് തോന്നിയത്. അവൻ പറഞ്ഞെന്താണെന്നറിയോ, ഈ ഫോട്ടോ ഞാൻ എടുക്കും, ഞാൻ എനിക്കറിയാവുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാനിത് ഇതിൻ്റെ വിവരണത്തോടു കൂടി ഇടും. എനിക്ക് ആ കുട്ടിക്ക്, എൻ്റെ കഥയിലെ കുട്ടിക്ക് 3 ഇഡലി കൊടുത്താൽ എൻ്റെ കൈയും കൊട്ടി പോവുക ചെയ്തത്. നാളത്തെ അവരുടെ വിഷമമോ ദാരിദ്ര്യമോ ഒന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകളിൽ ഇത് ഞാൻ കൊടുക്കും. എൻ്റെ സുഹൃത്തുക്കളോട് ഇത് ഷെയർ ചെയ്യാൻ പറയും. ഇവരെ സഹായിക്കാനുള്ള ഒരു നമ്പർ കൊടുക്കും, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ജീവിതത്തിൽ മുഴുവൻ ആ ഒരു ആൾക്ക് ജീവിക്കാൻ, സുഭിക്ഷമായി ജീവിക്കാനൊരു വക ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ചെയ്തു എന്ന് പറയുന്ന എനിക്ക് അപകർഷതാബോധം തോന്നി എന്നുള്ള സത്യമാണ്. ഇത് വലിയ, നേരത്തെ മാസ്റ്റർ സാറ് പറഞ്ഞ പോലെ ഒരു വലിയ ഒന്നാംകിടയായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഒരു ചിന്തകനായിട്ടുള്ള കുട്ടിയല്ല, ഒരു സാധാരണക്കാരനായ കുട്ടിയുടെ മനസ്സിൽ വന്ന വലിയൊരു ചിന്തയാണ്. അല്ലാതെ അപകർഷതാബോധം ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്. കാരണം എനിക്ക് പലപ്പോഴും പുതിയ കുട്ടിയെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടുള്ള അപകർഷതാബോധം. ഞാൻ എഴുതുന്നത് കുറ്റകരമാണെന്നുള്ള രീതിയിലോ ഞാൻ ആരും ബാലസാഹിത്യം എഴുതണ്ടെന്ന രീതിയിലോ അല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ കുട്ടിയുടെ ഈ വിശാല വീക്ഷണത്തെ കാണാനുള്ള ഒരു വലിയ മനസ്സ് എന്നെ പോലുള്ള ഞാനടക്കമുള്ള ബാലസാഹിത്യകാരന്മാർക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വലിയൊരു ഉത്തരമാണ്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് ആ കഥ ഞാൻ എഴുതിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം ഒരുപാട് സാധ്യതകളുണ്ടല്ലോ ഇപ്പോൾ. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതുകൊണ്ട് ഒരുപാട് കരുതലും ഒരുപാട് എന്താ പറയുക ഒരു ഹോംവർക്കും നമ്മുടെ ഭാഷാപരമായിട്ടൊക്കെയുള്ള ഒരുപാട് സാധ്യതകളും നമ്മൾ അന്വേഷിച്ചേ പറ്റൂ എന്നുള്ളത് പ്രധാനമാണ്. എഴുതിക്കൊണ്ടിരിക്കാൻ നമുക്ക് ബാലസാഹിത്യാരെന്നുള്ളൊരു അഡ്രസ്സ് അതൊക്കെ നമുക്ക് കിട്ടും. ഒരു സ്കൂളിൽ ഇതേപോലെ സംസാരിക്കാൻ നിന്നപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാറ് എഴുതുന്നു, പുസ്തകമാക്കുന്നു, പ്രശസ്തി കിട്ടുന്നു, കാശ് കിട്ടുന്നു, പക്ഷെ ഞങ്ങൾക്ക് വായിക്കാൻ കൊള്ളുന്നതല്ലേ സാർ എഴുതേണ്ടത് എന്ന് ചോദിച്ചൊരു കുട്ടിയുണ്ട്. ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. നമ്മൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലെയല്ല, ഞെട്ടിക്കുന്ന പേടിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പുതിയ തലമുറയിൽ നിന്ന് വരുന്നത്. അവർക്ക് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ആവനാഴി പുതുക്കി പണിതുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. ശ്രീകുമാർ പറഞ്ഞു നിർത്തിയിടത്താണ് ഈ ചർച്ചയുടെ ഊന്നൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളുടെ വലിയ ഭാവനാ ലോകത്തെ അവരുടെ അതെ ബാലസാഹിത്യത്തിന് എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും മുതിർന്നവർ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതും കുട്ടികൾ സ്വയം എഴുതുന്നതുമായ രീതിയുണ്ട്. രണ്ടുമുണ്ട്. രണ്ടും ഒരുപോലെ പ്രസക്തമാണ്, ഒരുപോലെ ശ്രദ്ധേയവുമാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ച് പ്രതികരണത്തിന്റെ കാര്യമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. കുട്ടികൾ എഴുതുന്ന, അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഉള്ളടക്കം. കുട്ടികൾ എഴുതുന്നത് അവരുടെ ലോകത്തെ നോക്കിയാണ്. മുതിർന്നവർ എഴുതുമ്പോൾ അവരുടെ വലിയ ഭാവനാ ലോകത്തെ പൂർണ്ണമായും സ്വാംശീകരിക്കാനും പ്രതിഫലിപ്പിക്കാനും ഇപ്പോൾ മുതിർന്ന എഴുത്തുകാർക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ അപകർഷതാബോധം എന്ന് എഴുത്തുകാർ പറയുന്നത്. അത് സ്വന്തം രചനയിലുള്ള അപകർഷതാബോധമല്ല, നമ്മുടെ കുട്ടികൾക്ക് മുന്നിലുള്ള ഒരു ആദരവ് കൂടിയാണ്. പുതിയ കാലത്തിന്റെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് എത്ര മനോഹരവും എത്ര വേഗതയേറിയതുമായ ഭാവനാ ലോകമാണ് അവരുടേത് എന്ന അമ്പരപ്പിന് മുന്നിലാണ് ഈ സ്വയം വിമർശനം ഉണ്ടാവുന്നത്. തീർച്ചയായും ഇത്തരം സ്വയം വിമർശനങ്ങൾ ബാലസാഹിത്യത്തിന്റെ പുതുദിശകളിലേക്ക് അതിനെ സംക്രമിപ്പിക്കാൻ സഹായിക്കും എന്ന ഒരു
കാര്യമാണ് നമ്മുടെ ഈ സംവാദത്തിലാകെ ഉയർന്നു വന്നത്. മലയാള ബാലസാഹിത്യത്തിലെ ഏറ്റവും മുതിർന്ന ആൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന CP പള്ളിപ്പുറം മുതൽ താരതമ്യേന ഇളമുറക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നവനീത കൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം വയോധികരായി മാറിയ ഒരു ഘട്ടമാണ്. ഈ സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തുകാർ ഈ സദസ്സിലുമുണ്ട്. എല്ലാവരും ചേർന്ന് മലയാള ബാലസാഹിത്യത്തിന്റെ പുതിയ ദിശകളിലേക്ക് എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ചേർന്ന രീതിയിൽ മുന്നേറാം എന്ന ഒരു സംവാദം മാത്രമാണ്, ചെറിയൊരു സംവാദം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കിയത്. ഒറ്റ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കുറേ ഇതേപോലത്തെ സമ്മേളനങ്ങളൊക്കെ പോയിട്ടുണ്ട്, പല ഭാഗത്തുള്ള സാഹിത്യോത്സവങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂറേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. അരമണിക്കൂർ നമ്മൾ സംവാദത്തിന് മാറ്റിവെച്ചു. അതിശയിപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്രയും ആളൊക്കെ ഇത് മതി. പക്ഷേ വളരെ ധന്യമായ, ഞങ്ങളെക്കുറിച്ച് കൂടെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന വളരെ ആഴമേറിയ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് വന്നത്. അതിന് സദസ്സിലോട്ട് പ്രത്യേക ഒരു നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാൻ കരുതുന്നു. നന്ദി. അതാണ് ഞാൻ പറയാൻ വന്നത്. അവസാനത്തെ വാക്യം അതാണ്. അത് ശ്രീകുമാർ പറഞ്ഞു. ഈ പാനൽ ആകെ നമ്മുടെ ഈ സംവാദം തീർച്ചയായും നമ്മുടെ ബാലസാഹിത്യ രചനയിൽ അങ്ങേയറ്റം ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. ഇത് മാത്രമല്ല, ഇതുപോലെ സമാനമായി നടക്കുന്ന ധാരാളം ചർച്ചകളും കൂടിയാലോചനകളുമാണ് തീർച്ചയായും സാഹിത്യത്തെ പുതുക്കിപ്പണിയുന്നത്. ആ പുതുക്കിപ്പണിയാനുള്ള പ്രക്രിയയിൽ തീർച്ചയായും നമുക്ക് കൂടി പങ്കുചേരാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3-ാം തീയതി കുട്ടികളായ എഴുത്തുകാരുടെ വലിയൊരു സർഗവേദി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ സംവാദം പൂർണ്ണതയിൽ എത്തുക. ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഹൃദയപൂർവ്വം നന്ദി.